ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ഷെയറിന്റെ പേര് ടിംകൻ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. 1883-80 അത് ക്ലോസ് ചെയ്തത്. അവര് മെയിനായിട്ടും എഞ്ചിനീയർഡ് ബിയറിംഗിലും പവർ ട്രാൻസ്മിഷൻ പ്രോഡക്ട്സ് അതിന്റെ സർവീസസിലും ഒക്കെ ഉള്ള ഒരു കമ്പനിയാണ്. അത് ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ്. അതുപോലെ തന്നെ മാർസ് റോവറിനൊക്കെ ഇവരുടെ പ്രോഡക്ട്സുകൾ ഇന്റർനാഷണൽ ലെവലിൽ, ഇന്ത്യൻ കമ്പനി എന്നല്ല, അവർ ഇന്റർനാഷണൽ ലെവലിൽ അവർ നാസയ്ക്കൊക്കെ പ്രൊഡക്റ്റുകൾ സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അതേപോലെ ഇന്ത്യൻ റെയിൽവേ, വിൻഡ് എനർജി, അതുപോലെ വലിയ ഇൻഡസ്ട്രികൾക്ക് ഒക്കെ ഇവരാണ് ബിയറിങ്ങും അതുപോലെ തന്നെ പവർ ട്രാൻസ്മിഷനുള്ള ഗിയറുകളും ഒക്കെ സപ്ലൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 50-ലധികം ഇൻഡസ്ട്രീസുമായിട്ട് അവർക്ക് ഇതുണ്ട്. അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ കമ്പനികളായിട്ട് 100-ലധികം ഓട്ടോമൊബൈൽ കമ്പനികളുമായിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ട്. പല പ്രോഡക്റ്റുകളും അവരുടെ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ടാറ്റ മോട്ടോഴ്സ് ഒക്കെ അവർ ഉപയോഗിക്കുന്നതാണെന്നാണ് ഞാൻ അതിനകത്ത് വായിക്കാൻ സാധിച്ചത്. ഇപ്പൊ സാധാരണ ഞാൻ എപ്പോഴും പറയാറുണ്ട്, PE/EPS, സെയിൽസ് ക്വാർട്ടർ, ഇയർ ഓൺ ഇയർ ക്വാർട്ടർ വേരിയേഷൻ, സെയിൽസ് ക്വാർട്ടർ വേരിയേഷൻ, നെറ്റ് പ്രോഫിറ്റ് ക്വാർട്ടർ, ഇയർ ഓൺ ഇയർ നെറ്റ് പ്രോഫിറ്റ് വേരിയേഷൻ, ഇങ്ങനെ ഇതെല്ലാം ഈ 12 കണ്ടീഷൻസ് ആണ് ഞാൻ നോക്കാറുള്ളത്. പക്ഷേ ഈ ടിംകന്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ക്വാർട്ടറിൽ, ജൂൺ ക്വാർട്ടറിൽ വളരെ കാര്യമായ പ്രോഡക്റ്റുകൾക്ക് ഇവരുടെ സെയിൽസിൽ കാര്യമായ കുറവുണ്ടായി. അത് നമുക്ക് അതിന്റെ ഡാറ്റ മുമ്പോട്ട് പരിശോധിക്കാം. കഴിഞ്ഞ ദിവസത്തെ ഡാറ്റ വെച്ച് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1114 അത് ഷെയർ ഓപ്പൺ ആയത്. അവിടുന്ന് 1124 വരെ പോവുകയും പിന്നെ അത് 1074 വരെ താഴെ പോവുകയും ചെയ്തിരുന്നു. ക്ലോസ് ചെയ്ത് 1083-80 ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് 1087. പിന്നെ തലേ ദിവസം 1099 അത് ക്ലോസ് ചെയ്തിരുന്നത്. ഏകദേശം 1.45% കുറവിലാണ് അത് ക്ലോസ് ചെയ്തത്. BSEയിലും NSEയിലും കൂടെ 4979 പാർട്ടിസിപ്പൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഏകദേശം അതിൽ രണ്ടിടത്തും കൂടെ 1,07,178 ഷെയറാണ് ട്രേഡ് ചെയ്യപ്പെട്ടത്. അപ്രോക്സിമേറ്റ്ലി അതൊരു 11.77 കോടി രൂപ വർത്താണ്. അതുപോലെ തന്നെ അതിൽ 89,889 ഷെയറും ഡെലിവറിയിലാണ് പോയത്. 9.87 കോടി രൂപ അപ്രോക്സിമേറ്റ് വാല്യൂ. അതായത് BSEയിലും NSEയിലും കൂടെ അതിന്റെ ഡെലിവറി പെർസെന്റേജ് 83.84 ഉണ്ടായിരുന്നു. ഓൺ ആൻ ആവറേജ് 23,632 രൂപയ്ക്കാണ് ആ ഷെയർ ട്രേഡ് ചെയ്യപ്പെട്ടത്. മിനിമം ഒരു 22 ക്വാണ്ടിറ്റി എങ്കിലും ആവറേജ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഷെയർ ട്രേഡ് ചെയ്ത് ആവറേജ് ടേൺ ഓവർ ഡിവൈഡഡ് ബൈ ടോട്ടൽ വോള്യൂം എന്ന് പറയുന്നത് 1097.83 ആയിരുന്നു. അതുപോലെ കഴിഞ്ഞ മാസങ്ങൾ, ആഴ്ച, മന്ത്, 3 മാസം, 1 ഇയറിന്റെ ഈ ഡാറ്റ ഒരു കമ്പാരിസണിന് വേണ്ടി ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതിലൊക്കെ നല്ലൊരു ഇംപ്രൂവ്മെന്റ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ 11th സെപ്റ്റംബർ ക്ലോസിംഗ് പ്രൈസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ PE 41.01. ഇൻഡസ്ട്രിയൽ PE അവരുടെ 26.5 ഈ ഇൻഡസ്ട്രിയൽ മെഷീനറീസില്. പിന്നെ കമ്പനിക്ക് നല്ല EPS ഉള്ളൊരു കമ്പനിയാണ്. 32.72. ഫേസ് വാല്യൂ 10. ഡിവിഡൻഡ് ഈൽഡ് വളരെ നല്ല ഡിവിഡൻഡ് ഈൽഡ് കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. 4.61% അതിന്റെ ഡിവിഡൻഡ് ഈൽഡ്. കഴിഞ്ഞ ക്വാർട്ടറിൽ അവർക്ക് 160.23 ജൂൺ ക്വാർട്ടറിൽ കോടി രൂപയായിരുന്നു അവരുടെ സെയിൽസ്. അത് ഒരു 63% അവർക്ക് വീഴ്ച ഉണ്ടായിട്ടുണ്ട്. എങ്കിലും അവർക്ക് നെറ്റ് പ്രോഫിറ്റ് പോസിറ്റീവായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി. 3.15. അത് ഓൾമോസ്റ്റ് 100%, 94% അവരുടെ പ്രീവിയസ് ഇയറിലെ സെയിം ക്വാർട്ടറുമായിട്ട് നോക്കുമ്പോൾ അത്രയും കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഷെയർ ക്വാണ്ടിറ്റി 7.52 crore. അതിൽ 67.8% ഷെയറുകളും പ്രൊമോട്ടറിന്റെ കയ്യിലാണ്. അതേപോലെ തന്നെ ഈ അടുത്ത ശരിക്കും 2018 മുതൽ DIS വന്നിട്ട് 7.54%-ന്ന് 10.7%-ലേക്ക് അവർ ഓരോ ക്വാർട്ടറിലും കൂട്ടി ആണ് ഷെയർ ഹോൾഡിങ് കൂടി വരുന്നതായിട്ട് കണ്ടു. അതുപോലെ തന്നെ പബ്ലിക് ഷെയർ ഹോൾഡിങ്
10.4% ആണ് കാണിക്കുന്നത്. അതിൽ 2.36% എന്ന് പറയുന്നത് ട്രൈക്കോട്ട് ഇൻവെസ്റ്റ്മെന്റുകാരാണ്. അത് കഴിയുമ്പം അപ്രോക്സിമേറ്റ്ലി ഒരു 8% മാത്രമേ ഉള്ളൂ എന്താ പറയുക, ഒരു കോമൺ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ സാധാരണ ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ ഉള്ള. ബാക്കിയെല്ലാം FIAs, DIAs, പ്രൊമോട്ടർ ഒക്കെയാണ് ഹോൾഡ് ചെയ്യുന്നത്. തീരെ ഡെപ്റ്റ് കുറവുള്ള ഒരു കമ്പനിയാണ്. 23.64. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത് 0.01 മാത്രമേ ഉള്ളൂ. കറണ്ട് റേഷ്യോ ലയബിലിറ്റിയുടെ 3.89 ടൈംസ് അസറ്റ് ഉള്ള ഒരു കമ്പനിയാണ്. അതേപോലെ അവർക്ക് റിസർവ്സ് 1500 കോടിയും ഇൻവെസ്റ്റ്മെന്റ് 13 കോടിയും ഉണ്ട്. അവർക്ക് അവരുടെ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് 1029 കോടി രൂപയാണ്. ലയബിലിറ്റി 264 കോടി മാത്രമേ ഉള്ളൂ. അതുപോലെ മാർക്കറ്റ് ക്യാപിറ്റൽ 8150 കോടി രൂപയാണ്. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് 20.85 ആണ്. ടെക്നിക്കലി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 50, 100, 200 EMA ഒക്കെ നല്ല ഒരു സപ്പോർട്ടായിട്ട് നിൽക്കാനുള്ള സാധ്യതകളുണ്ട്. അതേപോലെ RSI പോസിറ്റീവ് ടെറിട്ടറിയിലോട്ട് ഇപ്പോൾ പെട്ടെന്ന് ഉണ്ടായ വീഴ്ചയിൽ അതിന്റെ താഴോട്ട് പോയിട്ടുണ്ട്. തിരിച്ചു കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സ്ട്രോങ് ആവും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ADXും DMI പ്ലസും ഒക്കെ പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത്. MACD നെഗറ്റീവ് ടെറിട്ടറിയിലാണ്. ചാർട്ട് കാണിക്കുന്നത് ഒരു ചെറിയതായിട്ട് അടുത്ത ഒരു സപ്പോർട്ടിലേക്ക് വരുന്ന ഒരു ലക്ഷണം കാണുന്നുണ്ട്. മോസ്റ്റ് പ്രോബബ്ലി അടുത്ത ദിവസം ഒന്ന് താഴെ ഒന്ന് വന്നിട്ട് അത് തിരിച്ച് ബൗൺസ് ബാക്ക് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. ഈ ഗ്രീൻ ലൈൻ അതിന്റെ സപ്പോർട്ട് ലൈനാണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത്, ട്രെൻഡ് ലൈൻ വരച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ റെഡ് ലൈൻ വരച്ചിരിക്കുന്ന ഒരു എക്സ്പെക്റ്റഡ് റെസിസ്റ്റൻസ്. രണ്ടും എക്സ്പെക്റ്റഡ് ആണ്. അവിടെ നിന്ന് സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത സപ്പോർട്ട് നമുക്കിവിടെ വരച്ചെടുക്കേണ്ടി വരും. അതല്ല റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു പുതിയ ഒരു ഹൈയിലോട്ട് ആ ഒരു റേഞ്ചിലേക്ക് പോകാൻ സാധ്യത കാണുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ 2 ദിവസങ്ങളിലും നല്ല ഒരു അക്യുമുലേഷൻ നടക്കുന്നതായിട്ടാണ് കാണുന്നത്. ബൾക്കോ ബ്ലോക്കോ ഡീലൊന്നും കാണിക്കുന്നില്ലെങ്കിൽ തന്നെ ഇവിടെ ആവറേജ് ട്രേഡ് വർത്തിൽ നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട് 2 ദിവസമായിട്ട്. അതുപോലെ തന്നെ ഡെലിവറി പെർസെൻറ്റേജ് ആണെങ്കിലും നല്ല കാര്യമായ ഡെലിവറി പെർസെൻറ്റേജ് ഉണ്ട്. ഇതൊക്കെയാണ് എൻ്റെ ഫൈൻഡിങ്സ്. ഈ ഷെയർ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്, അല്ലാതെ ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യരുത്. ആരും പറയുന്ന ട്രേഡുകളിൽ ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യരുതെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. നിങ്ങൾ പഠിക്കുക. സ്വന്തം പണം ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അല്പം സമയം സ്പെൻഡ് ചെയ്തിട്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ പ്രസൻറ്റേഷൻ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. Thank you so much.